വടകര കടത്തനാട് ലേബർ സൊസൈറ്റിയിലെ തട്ടിപ്പിൽ പ്രധാന പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. മുൻ ഡയറക്ടർ റിനീഷിനായാണ് ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. അതേസമയം പിടിയിലായ DCC സെക്രട്ടറി സുധീർ കുമാറിനെ നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നുണ്ട് കോഴിക്കോട്. മേഘ, ഏതായാലും വലിയ തരത്തിലുള്ള തട്ടിപ്പ് ഈ സുധീർ കുമാറും അതോടൊപ്പം തന്നെ റിനീഷും അല്ലാതെ മറ്റാരൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്? അന്വേഷണത്തിൽ തെളിയുന്ന വിവരങ്ങൾ എന്താണ്? സിജു, അതായത് കടത്തനാട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഈ ഇബ്രാഹിം ഹാജിയുടെ ആത്മഹത്യക്ക് പിന്നാലെയാണ് ഈ പരാതി നേരത്തെ നൽകിയിരുന്നെങ്കിലും ഈ ആത്മഹത്യക്ക് പിന്നാലെയാണ് അന്വേഷണം കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന രീതി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിന് മുൻപേ ലഭിച്ച പരാതികളിൽ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല എന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് ഇന്നലെ DCC സെക്രട്ടറി സുധീർ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ കൂടിയാണ് പ്രധാന സൂത്രധാരനായ റിനീഷ് മുൻ ഡയറക്ടറാണ്. റിനീഷിനായി നിലവിൽ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. റിനീഷ് ഒളിവിലാണ് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ ഈ പരാതി വന്ന് ഏകദേശം 2 മാസം കഴിയുന്നു. ഇബ്രാഹിം ഹാജിയുടെ ആത്മഹത്യക്ക് മുൻപേ തന്നെ ഇബ്രാഹിം ഹാജി നൽകിയ പരാതിയിലാണ് സുധീർ കുമാറിനെ അറസ്റ്റ് ചെയ്തത്. അതിൽ ഉൾപ്പെടെ ഈ റിനീഷ് ഉൾപ്പെടെയുള്ള 4 പേരാണ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ 4 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. മാസം 2 കഴിയുന്നു. അപ്പോഴും ഈ പ്രതികളെ പിടികൂടാൻ പോലീസ് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ പേരാമ്പ്ര സ്വദേശിയാണ് റിനീഷ് ഒളിവിലാണ് എന്ന് പോലീസ് പറയുന്നു. ഒളിവിൽ കഴിയുന്നു എന്ന് വിവരം ലഭിച്ച കോയമ്പത്തൂർ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സുധീർ കുമാറിനെ ഇന്നലെ വൈകിട്ടാണ് സഹോദരിയുടെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ ഇബ്രാഹിം ഹാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ ഈ ബാങ്കിൽ ഉൾപ്പെടെ നിക്ഷേപ തുക ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ട് ശരി മേഘ മാധവനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തട്ടിപ്പിൽ ഡയറക്ടർ റിനീഷിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. വിവരങ്ങളാണ് മേഘ മാധവൻ പങ്കുവച്ചത്.